ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ തറയൊക്കെ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് ഞാൻ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടിയും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കംഫർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കംഫർട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ തറ തുടച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ ഏത് മുക്കും മൂലയിലും ഉള്ള ചളിയും അഴുക്കും അതേപോലെ തന്നെ എന്ത് കറയും എല്ലാം ഉണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടും ചെയ്യും. മാത്രമല്ല നല്ലൊരു സുഗന്ധവും കൂടെ ഉണ്ടാവും കേട്ടോ. കംഫർട്ടൊക്കെ ചേർത്ത് കൊടുത്തത് കാരണം നമ്മുടെ അകത്ത് നല്ലൊരു സുഗന്ധം ഉണ്ടാവും. മാത്രമല്ല ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം നല്ലോണം ക്ലീനായി കിട്ടും. വെട്ടി തിളങ്ങുന്നതായി മാറും കേട്ടോ നമ്മുടെ ടൈലും മാർബിളൊക്കെ. അപ്പോൾ നമ്മൾ കെമിക്കൽസൊക്കെ ഉള്ള ഫിനോയിലൊക്കെ കടയിൽ നിന്നും പൈസ ഒക്കെ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ നമ്മൾ വീട്ടിലുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ തറ തുടച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും ചെയ്യും. ഏത് മുക്കും മൂലയിലുള്ള അഴുക്കും ചളിയും എല്ലാം പോയിട്ട് കറകളെല്ലാം പോയി കിട്ടും കേട്ടോ. അതേ രീതിയിൽ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ തുടച്ച് നോക്കൂ കേട്ടോ. ചെറിയൊരു കറുപ്പ് ഉറുമ്പൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ ബോട്ടിലൊക്കെ വാങ്ങിച്ച് വെക്കല്ലോ, വിനാഗിരിൻ്റെ ബോട്ടിൽ, അതേപോലെ എന്തെങ്കിലും നന്നാരി സർവത്തിൻ്റെ ബോട്ടിൽ, അതേപോലെ സ്കൂളിലേക്ക് കുട്ടികൾ കൊണ്ടുപോകുന്ന ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, വെള്ളം നിറച്ച് കൊണ്ടുപോകുന്ന. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ഒരു അടപ്പ് ഇങ്ങനെ ലൂസായി വരും. അപ്പോൾ നമ്മൾ എത്ര അടപ്പിട്ട് കൊടുത്താലും ഇങ്ങനെ ചെരിയുന്ന സമയത്ത് അതിങ്ങനെ ലീക്കായി വരും വെള്ളം. അപ്പോൾ നമുക്ക് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അടപ്പിടുന്ന ഈ ഒരു ഭാഗത്ത് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കട്ടോ. അടുപ്പിടുന്ന ഈ ഒരു ഭാഗം ഇങ്ങനെ ലൈനായിട്ടുണ്ടാവുമല്ലോ, ഈ ലൈനിൽ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മൾ അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് അവിടെ നിന്നോളൂ കേട്ടോ. പിന്നെ നമുക്ക് കുപ്പി എത്ര ചരിക്കുന്ന സമയത്തും ആ ഒരു വെള്ളം പുറത്തേക്കൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. എന്ത് വിനാഗിരിൻ്റെ ബോട്ടിലായാലും അതേപോലെ നമ്മൾ ബാഗിലൊക്കെ വെച്ചിട്ട് ബോട്ടിലൊക്കെ കൊണ്ടുപോകുമല്ലോ വെള്ളമൊക്കെ കുടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ബോട്ടിലാണെങ്കിലും ഇതേ രീതിയിൽ നമ്മളൊന്ന് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലീക്കുള്ള എത്ര ബോട്ടിലായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് അവിടെ നിന്നോളൂ കേട്ടോ. ഒരിക്കലും ആ വെള്ളം പുറത്തോട്ടേക്കൊന്നും ഒഴുകി വരില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ടൈറ്റായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ അടപ്പ് അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ വെള്ളം പുറത്തോട്ടേക്കൊന്നും ഒലിച്ച് വരില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനൊരു സൊല്യൂഷനാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡയും അതേപോലെ മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു പേസ്റ്റ് രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് എവിടെയാണോ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ സിങ്ക് ഉണ്ടല്ലോ, നമ്മൾ എത്ര പാത്രം കഴുകി എത്ര വൃത്തിയാക്കിയാലും ആ സിങ്കിലെല്ലാം എണ്ണമയവും, പ്രത്യേകിച്ച് ഇപ്പോൾ റംസാനൊക്കെ ആയത് കാരണം നമ്മൾ എണ്ണമയത്തിൻ്റെ ആ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് നന്നായിട്ട് തന്നെ സിങ്കിലൊക്കെ എണ്ണമയം ഉണ്ടാവും. അതേപോലെ തന്നെ ആ സിങ്ക് നല്ല വൃത്തിയായി കിട്ടില്ല, ഒരു മങ്ങിയ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ ഈ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ളതിൽ നിന്നും കുറച്ച് ഞാൻ സ്പൂൺ വെച്ചിട്ട് അതിലേക്കൊന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഹോൾസിൻ്റെ ഉള്ളിലേക്കും കൂടെ അത് നന്നായിട്ടൊന്ന് ഇതേപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം ക്ലീനായി കിട്ടും കേട്ടോ. നമ്മുടെ സിങ്കിൽ ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ പോയി കിട്ടാനും അതേപോലെ എന്തെങ്കിലും കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പോവാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അതിൽ ബേക്കിംഗ് സോഡയും അതേപോലെ വിനാഗിരിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് പ്രാണികളും അതേപോലെ എട്ടുകാലി പഴുതാരൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കയറി വരുമല്ലോ രാത്രിയിലൊക്കെ.
അപ്പോൾ അതൊക്കെ ഇല്ലാതായി കിട്ടും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കാരണം. പിന്നെ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടാനൊക്കെ നല്ലതാണ്. പിന്നെ അതേപോലെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്തൊരു അടഞ്ഞു കിടക്കുന്ന എന്തൊരു വേസ്റ്റ് ഉണ്ടെങ്കിലും നല്ലോണം ക്ലീൻ ആയി കിട്ടും കേട്ടോ. ബേക്കിംഗ് സോഡ അതിനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മൂന്നും നല്ല ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ സിങ്ക് തേച്ചൊരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വെട്ടി തിളങ്ങുന്ന സിങ്കായി മാറും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് നല്ല തിളച്ച വെള്ളം സിങ്കിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതാ നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം ഈ ഒരു ഹോൾസിലൂടെ പോയി കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതേ രീതിയിൽ നിങ്ങൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ സിങ്കിൽ ഒരിക്കലും ബ്ലോക്ക് വരില്ല, ബാഡ് സ്മെല്ലും വരില്ല കേട്ടോ. പിന്നെ പ്രാണികളൊന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ടേക്ക് കയറി വരില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു കുഞ്ഞ് ടിപ്പായിട്ടോ അത്. അപ്പോൾ ഇതാ ഞാൻ പുട്ടും കൂടാണ് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ സ്റ്റീലിൻ്റെ പുട്ടും കൂടം വെച്ച് കൊടുക്കുമ്പോൾ പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. നമ്മൾ വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളമാണ് വെള്ളം അതിലേക്ക് ഉള്ളത് എന്ന് നമുക്കറിയില്ല. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കത് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ 2 കോയിന് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളത്തിലേക്ക് 2 കോയിൻ ഇട്ടിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആ വെള്ളം തിളയ്ക്കല്ലോ. അപ്പോൾ ആ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഒരു സൗണ്ട് ഉണ്ടാവും കോയിൻ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ആ സൗണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ എത്രത്തോളം വെള്ളമുണ്ട്, അതേപോലെ വെള്ളം തീരാറായോ എന്നൊക്കെ നമുക്ക് ആ കോയിൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കോയിൻ്റെ സൗണ്ട് കേട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേപോലത്തെ പുട്ടും കുട ഉള്ളത് കാരണം ഞാനിത് 3ാമത്തെ കുടമാണ് കേട്ടോ. സ്റ്റീലിൻ്റെ പുട്ടും കുട ആയത് കാരണം വെള്ളം ഇല്ലാഞ്ഞാൽ അത് അടിയിൽ ഇതേപോലെ ഹോൾസ് വന്നു പോകുമല്ലോ. അപ്പോൾ ഞാൻ 3ാമത്തെ കുടമാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് ഇട്ടത്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ. ഇങ്ങനെ കോയിൻ ഇട്ടിട്ട് വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിൽ വെള്ളം ഉണ്ടോയെന്നും അറിയാം. ആരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ. ഇനി ഞാൻ അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഇപ്പോൾ ഓറഞ്ചൊക്കെ സുലഭമായി കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ ഓറഞ്ച് കിട്ടുന്ന സമയത്ത് ഈ ഓറഞ്ചിൻ്റെ ഈ ഒരു മഞ്ഞ കളറുള്ള ഈ ഒരു തൊലി നല്ലോണം കഴുകിയതിന് ശേഷം നമുക്ക് ചായ കാച്ചുന്ന ആ ഒരു വെള്ളത്തിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇതേപോലെ ഇട്ടിട്ട് നമ്മൾ ചായ തിളപ്പിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ചായ കുടിക്കാനായിട്ട് നല്ലൊരു എന്താ പറയുക നല്ലൊരു എനർജി ആയിരിക്കും, നല്ലൊരു സ്വാദും ഉണ്ടാവും ആ ചായക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെറിയൊരു പീസ് മതി കേട്ടോ. ചെറിയൊരു പീസ് നാരങ്ങത്തൊലി ഉണ്ടെങ്കിൽ നല്ലോണം കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റുള്ള ചായ കുടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കുക. നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഓറഞ്ചിൻ്റെ തോല് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചായ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ചായ കുടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ദാരിയസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.